അമ്മക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. അമ്മ എന്താ ഇവിടെ വരാൻ കാരണം അമ്മേ? ഞാൻ വന്നൊന്നുമല്ല, അവര് തന്നെ എന്നെ കൊണ്ടുവന്നാക്കിയതാ. ഞാൻ അവർ പോയും കൂടി ഞാൻ അറിഞ്ഞില്ല. എത്ര മക്കളുണ്ട് അമ്മക്ക്? രണ്ടുപേര്, ഒരു ആൺകുട്ടിയും പെൺകുട്ടികളും. അവരെന്താ ചെയ്യുന്നേ ഇപ്പോ? അവര് രണ്ടും ജോലിയുണ്ട്, കല്യാണവും കഴിഞ്ഞ് മക്കളും ഉണ്ട്. അമ്മ ഇങ്ങനെ മക്കളെ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, വേണ്ട, അവരെ കാണണ്ട. എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക്? അറിയില്ല അമ്മയെ കാണാൻ എപ്പോഴെങ്കിലും അമ്മയെ കൊണ്ടുപോകും. അമ്മ എപ്പോഴെങ്കിലും വേണ്ട, പോകണ്ട. എനിക്ക് ഇവിടെ നിൽക്കണമെന്നല്ല, സമാധാനം ഉണ്ട് ഇവിടെ നിന്ന്. അവിടെ പോയൊന്നും ഉണ്ടാക്കില്ല, കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു കുഴപ്പമില്ല. എല്ലാ കൂട്ടുകാരെ പോലെ എല്ലാവരും. ആ അമ്മ എത്ര വിഷമത്തോടെയാണ്, എത്ര കരഞ്ഞുകൊണ്ടാണ് എൻ്റെ മക്കൾ, 2 മക്കളാണ് ഉള്ളതെന്ന് അമ്മ പറയുന്നുണ്ട്. തൻ്റെ മക്കൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണ്. എങ്ങനെ തോന്നുന്നു? ഇത്രയും ഒരു അല്ലേ, നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കി, നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മൾക്ക് ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ തന്നു. നമ്മൾ ജനിച്ച് നമ്മുടെ കൈ വളരുന്നോ കാൽ വളരുന്നോ ഒക്കെ നോക്കി ജനിച്ച സമയം മുതൽ അമ്മ ഒരു ചുംബനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ അമ്മയാണല്ലേ. അപ്പോൾ ആ ഒരു ചുംബനമൊക്കെ കിട്ടി നമ്മുടെ ഓരോ വളർച്ചയിലും അല്ലേ വളർത്തി, നമുക്ക് വിദ്യാഭ്യാസവും നമ്മളെ വളർത്തി, നമുക്ക് ഒരു വിഷമങ്ങളും അറിയിക്കാതെ, നമ്മളെ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ ഒക്കെ വളർത്തി നമ്മൾ ജോലി നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്ന്, നമുക്ക് വിവാഹം നടത്തി തന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. വാർദ്ധക്യ സമയത്ത് ആഹാരം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും അത് മാത്രമാണല്ലോ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടത്. അമ്മയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രമല്ലേ കാണൂ. അത് നേടിക്കൊടുക്കാൻ കഴിയാത്ത നമ്മളൊക്കെ എന്ത് മക്കളാണ്, എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്. അവരുടെ ആ കണ്ണീരിൻ്റെ ആ ഒരു ശാപം എന്നുള്ളത് അല്ലേ, മോക്ഷ എന്നുള്ളതുണ്ട്. എന്തായാലും മോക്ഷ എന്നുള്ളത് ഈ ഭൂമിയിലുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രതികരണം, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നതിന് ഒരു ഫലം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും എന്ന ഒരു വിശ്വാസിയാണ് ഞാൻ. നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മളല്ലെങ്കിൽ നമ്മുടെ പിൻഗാമികൾ മക്കൾ അനുഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കത് നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്രൂരതകൾ, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ അറിയാവുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ ക്രൂരതകൾ ചെയ്താലും അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും നമ്മുടെ അമ്മയോളം മറ്റാർക്കും സാധിക്കില്ല. ഇതൊക്കെ നിങ്ങളൊക്കെ ഇനി എന്നാണ് പഠിക്കുന്നത്? ഏത് മക്കളായിക്കൊള്ളട്ടെ, എത്ര വൃദ്ധസദനങ്ങളാണ് ഇവിടെ പെരുകി വരുന്നത്. അപ്പോൾ ഇത്രയും അച്ഛനെയും അമ്മയും ഒക്കെ നമ്മൾ കൊണ്ട് തള്ളുകയാണ്, ഡംപ് ചെയ്യുകയാണ് അവിടെ. നമുക്ക് വേണ്ടാത്തത് കൊണ്ട്, നമുക്ക് അവരെ വേണ്ട, അതുകൊണ്ടല്ലേ കൊണ്ട് തള്ളുന്നത്. നിങ്ങൾ ആഹാരമോ വസ്ത്രമോ കാശോ എന്ത് കൊടുത്താലും ഒരു അമ്മയ്ക്ക് അമ്മയോടൊപ്പം ഇരുന്ന് ആ ഒരു സ്നേഹം, ആ ഒരു ലാളിത്യം, ആ അമ്മയോടൊപ്പം ഇരിക്കുന്ന ആ ഒരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ അമ്മയെന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്തേ ഉള്ളൂ നമുക്ക് അവരിൽ നിന്നും സ്നേഹവും ലാളനയും ഒക്കെ കിട്ടുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ നിമിഷവും ചിന്തിക്കും, എൻ്റെ അമ്മയോടൊപ്പം ഞാനുണ്ടായിരുന്നെങ്കിൽ എന്ന്, ഞാനും എൻ്റെ അമ്മയും അടുത്തിരുന്നെങ്കിൽ എന്ന്. നിങ്ങൾ അപ്പോഴല്ല യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ അതേ സ്റ്റേജ് എത്തുമ്പോൾ, നിങ്ങളുടെ മക്കൾ ഇതുപോലെ വൃദ്ധസദനത്തിലോ പുറന്തള്ളുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ചെയ്ത അതേ ക്രൂരത നിങ്ങൾ ഓർക്കുന്നത്. ഒരിക്കലും ഇത് ചെയ്യരുത്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരവും സാന്ത്വനവും സ്നേഹവും മരുന്നും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത നമ്മൾ പിന്നെ ഇനി എന്തു ചെയ്തിട്ടും കാര്യമില്ല. അന്ത്യകർമ്മം എന്ന് പറഞ്ഞിട്ട് കുറേ മക്കളുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി കുറേ അന്ത്യകർമ്മവും കുറേ അന്നദാനവും അതും ഇതുമൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം ഇരിക്കൂ. അതാണ് ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടത്. ഒരിക്കലും നമ്മളെ ഓർത്ത്, നമ്മളെ ദുഷ്ടതകളെ ഓർത്ത് അവർ ഒരിക്കലും കരയരുത്. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമുക്ക് തിരിച്ചടിക്കും. അത് ഒരിക്കലും നമ്മുടെ ഒരു അച്ഛനും അമ്മയും നമ്മുടെ മക്കളെ ശപിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മറ്റൊന്നും പറയാനില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ അത്യധികം വിഷമം തോന്നി. ആർക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.